നമസ്കാരം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ അടുക്കളയിലെ ജോലികളെല്ലാം എളുപ്പത്തിൽ നല്ല നീറ്റായിട്ട് ചെയ്യാനും നമ്മുടെ കിച്ചൺ എപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. സമയവും ലാഭിക്കാൻ കഴിയും. അതിനുള്ള പ്രധാനപ്പെട്ട കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ചക്ക സീസൺ ആയിക്കഴിഞ്ഞാൽ അറിയാലോ, ചക്ക നമുക്ക് പലതരത്തിലും, അത് വരിക്കയാണെങ്കിലും പഴഞ്ചക്കയാണെങ്കിലും ഒക്കെ നമുക്ക് പുഴുങ്ങിയിട്ടും അതുപോലെ തന്നെ പഴുത്തിട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. ചക്കക്കുരുവും ഒരുപാട് പോഷക സമൃദ്ധമാണെന്നും നമുക്കറിയാം. അപ്പോൾ കുരുവും നമ്മൾ മലയാളികൾ ആരും കളയാറും ഇല്ല അല്ലേ. അപ്പോൾ ചക്കക്കുരു വൃത്തിയാക്കൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. എല്ലാവരും ചെയ്യുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തരാം. പഴുത്ത ചക്ക കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ആ കുരു നോക്കിയാൽ മനസ്സിലാവും. നേരിയൊരു ഒരു ലെയർ ഉണ്ടാവില്ലേ, അതാദ്യം നമ്മൾ കളഞ്ഞതിന് ശേഷം കഴുകാതെ അങ്ങനെ തന്നെ ആ ഒരു കുരു ഒന്നുകിൽ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ അങ്ങനെ ഒരു സൈഡിലോ ഇട്ട് വയ്ക്കാം. അപ്പം ഇതുപോലെ ഞാൻ പേപ്പറിൽ ഇട്ട് വെച്ചതാണ്, കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ അന്ന് അതായത് കഴുകിയിട്ട് നമ്മൾ ചക്കക്കുരുയുടെ ആ ഒരു തൊലി കളയുമ്പോഴാണ് അതിങ്ങനെ വഴുതി പോയിട്ട് നമുക്ക് ഒരു ഗ്രിപ്പ് കിട്ടാതെ പോവാം. ഇനിയിപ്പോൾ കഴുകിയിട്ട് വെക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ വെച്ചോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ പിറ്റേ ദിവസമായിരിക്കണം നമ്മൾ ആ ഒരു ചക്കക്കുരു എടുക്കേണ്ടത്. അതായത് നന്നായിട്ട് ഡ്രൈ ആവണം, വെയിലത്തൊന്നും വെച്ചിട്ട് ഉണക്കരുത്. അങ്ങനെ ഉണക്കുമ്പോൾ ആ ഒരു വെയിലിൻ്റെ ചുവയൊക്കെ ഉണ്ടാകും. നമ്മൾ റൂമിലോ അല്ലെങ്കിൽ അടുക്കളയിലോ അങ്ങ് വെച്ചാൽ മതി. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഇതേപോലെ അങ്ങ് ഡ്രൈ ആയി കിട്ടും. അപ്പം അതിൻ്റെ മുകളിലുള്ള രണ്ടാമത്തെ ലെയറില്ലേ, അത് വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ടാകും. അപ്പോൾ ചക്കക്കുരുവിന് അറിയാലോ 3 ലെയർ ഉണ്ടാവും. ഫസ്റ്റിലത്തെ ആ ഒരു ലെയർ നമ്മൾ ആ പാട പോലത്തെ ലെയർ ആദ്യം എടുത്ത് മാറ്റിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ രണ്ടാമത്തെ ആ ഒരു ലെയറാണ് ഡ്രൈ ആകുമ്പോൾ ഇങ്ങനെ വൈറ്റ് കളറായിട്ട് കിട്ടുന്നത്. അത് നമുക്ക് ഉണങ്ങി നിൽക്കുമ്പോൾ, അതായത് വെള്ളത്തിൻ്റെ അംശം ഇല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് എടുത്ത് മാറ്റാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴുകേണ്ട ആവശ്യമില്ലാന്ന്. ഇങ്ങനെ മാറ്റിയതിന് ശേഷം മൂന്നാമത്തെ ആ ഒരു ബ്രൗൺ കളറുള്ള ലെയറിലെ, അത് പണ്ടൊക്കെ നമ്മൾ അതൊക്കെ എടുത്ത് മാറ്റാറുണ്ടായിരുന്നു. പിന്നെയാണ് അതൊന്നും എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല, അതിനും ഒരുപാട് പോഷക ഗുണമൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പം അധികം അതൊന്നും കളയേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ഇതുപോലെ നമുക്ക് എടുത്ത് മാറ്റാൻ കഴിയും. ഇനി രണ്ടാമത്തെ ടിപ്പ്, നമ്മൾ എന്ത് സാധനം മുറിച്ചിടുവാണെങ്കിലും അരിഞ്ഞിടുവാണെങ്കിലും കൗണ്ടർ ടോപ്പിൽ ഡയറക്റ്റ് വെക്കാതെ ഒന്നുകിൽ ഇതുപോലെയുള്ള പേപ്പറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റിലോ നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മാറ്റിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്പ് എപ്പോഴും വൃത്തികേടാവും. ഇതുപോലെയുള്ള പേപ്പറിലാണെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങ് എടുത്ത് കളയാൻ പറ്റുമല്ലോ. ഇനിയിപ്പം ചക്കയൊക്കെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അറിയാലോ, നമ്മൾ എണ്ണ ഉപയോഗിച്ചിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ട് കയ്യിൽ നന്നായിട്ട് പുരട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു, ഞങ്ങളിവിടെ വെളിഞ്ഞിരുന്നാൽ പറയുക, ആ ഒരു പശപ്പശപ്പ് ഉണ്ടാവില്ലേ, അതൊക്കെ പോകും. കത്തിയിലുള്ള ആ ഒരു വെളിഞ്ഞിര് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലും എണ്ണ പുരട്ടിയാൽ മതി. പക്ഷേ അതിനേക്കാളും എളുപ്പത്തിൽ ഇത് മാറ്റാൻ വേറൊരു വിദ്യയുണ്ട്. ഒന്നുമില്ല, അത് നമ്മൾ തീയിലൊന്നങ്ങ് കാണിച്ചാൽ മതി. ഗ്യാസ് ഓൺ ചെയ്തിട്ട് ആ ഒരു തീയിൽ ഈ ഒരു കത്തി കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു വെളിഞ്ഞിരൊക്കെ ഉരുകി അങ്ങ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയോ എടുത്തിട്ട് തുടച്ച് കഴിയുമ്പോൾ തന്നെ കത്തി പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ ചൂടാക്കിയതിന് ശേഷം ചകിരി കൊണ്ട് തുടച്ചെടുത്താലും മതി. ഇപ്പോൾ എൻ്റെ കത്തിയിൽ കുറച്ചേ ഉള്ളൂ, കാരണം ചക്കക്കുരു മാത്രമല്ലേ ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ചക്കയാണ് മുറിക്കുന്നതെങ്കിൽ ഒരുപാട് വിളഞ്ഞിട്ടുണ്ടാകും, എളുപ്പത്തിൽ തന്നെ അത് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ചൂടാക്കിയോണ്ട് കത്തിയുടെ മൂർച്ച കുറഞ്ഞു പോയി എന്ന് തോന്നുവാണെങ്കിൽ അണയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനായിട്ട് മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈനിലോ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുക്കളയിലുള്ള ഓരോ കാര്യങ്ങൾ തന്നെ മതി. ഏറ്റവും പ്രധാനം നമുക്ക് അമ്മിക്കല്ലുണ്ടെങ്കിൽ അതിലാണ് ചടക്കുക. ഇനി അതില്ലെങ്കിൽ ഇഞ്ചി കുത്തുന്ന കല്ലുണ്ടാവില്ലേ, അതില്ലാത്ത അടുക്കള ഉണ്ടാവില്ലല്ലോ. ഇഞ്ചി കുത്തുന്ന കല്ലിൽ നന്നായിട്ടൊന്നങ്ങ് അണച്ചെടുത്താൽ തന്നെ കത്തിയുടെ മൂർച്ച കൂടി വരും. ഇരുമ്പിൻ്റെ കത്തിയാണെങ്കിൽ മാത്രം ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ മതി. നിങ്ങളുടെ കയ്യിലുള്ളത് സ്റ്റീൽ കത്തിയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഒരു വെളിച്ചെണ്ണയില്ലേ, അതൊന്ന് പുരട്ടിയിട്ട് നമുക്ക് ഈ വെളിഞ്ഞിരൊക്കെ മാറ്റിയെടുക്കാം. ഇനിയിപ്പം അടുത്ത ടിപ്പ്, ഇത് എന്നും നമ്മൾ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പാത്രങ്ങൾ കഴുകിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു ഡിഷ് വാഷ് റാക്കോ അതല്ലെങ്കിൽ ഒരു തട്ട് തന്നെ നമുക്ക് ചുമരുമ്പിൽ അടിച്ചിട്ടുണ്ടാവില്ലേ, എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ കബേർഡിൻ്റെ ഉള്ളിലേക്ക് വെക്കാറുള്ളത് അല്ലേ. അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊന്നാണ്, നമ്മൾ വേസ്റ്റൊക്കെ ഇടുന്ന പാത്രം ഇല്ലേ, അതിപ്പം അടപ്പുള്ളതാണെങ്കിലോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ചട്ടി എടുക്കാറുള്ളത്, അതാണെങ്കിൽ പോലും എന്താണോ നമ്മുടെ കയ്യിലുള്ളത് ആ വേസ്റ്റ് ഇടുന്ന ബിന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം അപ്പം തന്നെ അത് കാലിയാക്കാൻ നോക്കുക. ഒരു ദിവസത്തേക്കൊന്നും ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഒന്നും ഇങ്ങനെ ഡംപ് ചെയ്ത് വെക്കാതെ അപ്പം തന്നെ എടുത്ത് കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
ഇനി വർക്കിംഗ് വുമണൊക്കെ ആണെങ്കിൽ നമുക്ക് ദിവസവും ഒരു തവണയെങ്കിലും കളയാൻ പറ്റില്ലേ, അങ്ങനെയെങ്കിലും ചെയ്യുക. പിന്നെ എപ്പോഴും അടുക്കളയുടെ ആ ഒരു സിങ്ക് ഏരിയയും അതുപോലെ തന്നെ നമ്മുടെ ടാപ്പൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുക. ഓരോ തവണ പാത്രം കഴുകുമ്പോഴും അല്ല, ഡെയിലി ഒരു തവണയെങ്കിലും കഴുകി ഒന്ന് വൃത്തിയാക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു ഏരിയ ആണ്, ഇതേപോലെ ലിക്വിഡൊക്കെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുന്ന പാത്രമില്ലേ, അതെപ്പോഴും ക്ലീൻ ആണോ എന്ന് ശ്രദ്ധിക്കുക. കാരണം അതിൽ നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമല്ലോ നമ്മുടെ ആ ഒരു സ്ക്രബ്ബർ, നമ്മുടെ ഫുഡിൻ്റെ ഐറ്റംസൊക്കെ അതിലുണ്ടെങ്കിൽ അത് ഓരോ ദിവസവും നമ്മളതൊന്ന് മാറ്റിയിട്ട് അതും കൂടെ വൃത്തിയാക്കണം. പിന്നെ ഇതുപോലുള്ള ബോട്ടിലും കാര്യങ്ങളെല്ലാം ഒന്ന് നീറ്റായിട്ട് വെക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുകയാണെങ്കിൽ ഇതേപോലെയുള്ള ക്ലീനിങ്ങിനൊക്കെ നമുക്ക് ഒരുപാട് സമയം കിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പോലും ദിവസവും നമുക്ക് രാത്രിയെങ്കിലും ഒരു നേരമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒരു നേരം ചെയ്താൽ മതി. കാരണം ഒരുപാട് ഈ ഒരു സോപ്പും പതയും കൊണ്ടൊന്നും നമ്മൾ കൈകൊണ്ട് കളിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, പാത്രം കഴുകുന്ന സ്ക്രബ്ബർ കൊണ്ട് ഒരിക്കലും സിങ്ക് ഏരിയയും ടാപ്പൊന്നും വൃത്തിയാക്കാൻ നിൽക്കരുത്. രണ്ടിനും രണ്ട് തന്നെ നമ്മൾ എടുത്ത് വയ്ക്കുക. ഞാനിങ്ങനെ നമ്മൾ തേച്ച് കഴുകിയിട്ട് പഴയതായതില്ലേ, അതാണ് സിങ്കും ടാപ്പൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. പുതിയത് പാത്രം കഴുകാനും. പിന്നെ ഇതുപോലെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറും കൂടെ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് വയ്ക്കും. കാരണം നമ്മുടെ ആ ഒരു പാലൊക്കെ അടിയിൽ പിടിക്കുവാണെങ്കിൽ അതല്ലേ കുറച്ചും കൂടെ എളുപ്പം. പിന്നെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കുന്നത് നന്നായിരിക്കുമേ. ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഈ ഒരു സ്ക്രബ്ബറൊക്കെ അതിൽ മുക്കി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് നമുക്ക് കഴുകിയെടുക്കാം. അതല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും ഇതെല്ലാം ഒന്നങ്ങ് മാറ്റി വാങ്ങുന്നതും നന്നായിരിക്കും. അടുത്തത്, ഓരോ തവണ പാത്രം കഴുകുക. അതായത് നമ്മളിപ്പം 3 ബാച്ചായിട്ടല്ലേ കഴുകുക. രാവിലത്തെ കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് കഴിഞ്ഞാൽ പാത്രം കഴുകും, അതുപോലെ ഉച്ചക്കത്തേത്, പിന്നെ രാത്രിയത്തേത്. ഓരോ തവണ നമ്മൾ ഈ ഒരു ഭാഗം യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് വൈപ്പ് ചെയ്തിടുന്നത് നന്നായിരിക്കും. എപ്പോഴും ഒരു ഡ്രൈ ആക്കിയിട്ട് ഈ ഒരു ഏരിയ സൂക്ഷിച്ച് വയ്ക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊന്നാണ്, ഇതേപോലെയുള്ളൊരു കിച്ചൺ ടവൽ നമ്മുടെ കൈ തുടക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ടവൽ കരുതുന്നത് നന്നായിരിക്കും. നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു കോട്ടൺ ക്ലോത്തോ ബനിയൻ ക്ലോത്തോ അതല്ലെങ്കിൽ മൈക്രോ ഫൈബറിൻ്റെ ഇതേപോലുള്ള തുണിയോ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ ഡ്രസ്സിലേക്ക് നമ്മുടെ കൈ പോയിട്ട് കൈ തുടക്കേണ്ട ഒരു ടെൻഡൻസി നമുക്കുണ്ടാകും. അത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഇനി അടുത്ത ടിപ്പ്, സിങ്കിൻ്റെ താഴെ നമ്മളൊരു ചവിട്ടി, ഒരു മാറ്റ് വെക്കുന്നത് നന്നായിരിക്കും. ഇവിടെ ഇപ്പം വെള്ളം താഴേക്ക് വരില്ല. കാരണം ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഗ്രാനൈറ്റിൻ്റെ പീസ് അവിടെ വെച്ചതുകൊണ്ട് വരില്ല. എന്നാലും ഒരു ചവിട്ടി നമുക്ക് നിർബന്ധമായിട്ടും വെക്കുന്നത് ആ ഒരു ശീലം നന്നായിരിക്കും. ഇനി അടുത്ത ടിപ്പ്, കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെയുള്ള അതായത് ഓയിൽ ബോട്ടിലും പിന്നെ സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കുന്ന പാത്രങ്ങളും എല്ലാം ഒന്നങ്ങ് തുടച്ച് വെക്കുക. അതിങ്ങനെ തുടക്കാതെ അങ്ങനെ അങ്ങ് വെക്കുമ്പോഴാണ് എപ്പോഴും അതിൻ്റെ മുകളിൽ അഴുക്കൊക്കെ പിടിച്ചിട്ട് ഒരു വൃത്തികേടായിട്ട് മാറുക. ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതിയല്ലോ, അതിനത്ര വലിയ സമയമൊന്നും വേണ്ടി വരില്ല. നമ്മുടെ ഉപ്പ്, മഞ്ഞൾ, മുളക് എല്ലാം ഇട്ട് വെക്കുന്ന പാത്രങ്ങളും ഇതുപോലെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം തുടച്ച് മാറ്റിയിട്ട് ആ ഒരു കബേർഡിലേക്ക് വെക്കുക. എടുക്കാനുള്ള സ്പൂൺ അതിൽ തന്നെ ഇട്ട് വെക്കുമ്പോൾ നമ്മൾ തിരക്കിനിടയിൽ എടുക്കുമ്പോൾ അതൊക്കെ നനഞ്ഞ കൈ കൊണ്ടല്ലേ പിടിക്കുക. അപ്പം നമ്മുടെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും എല്ലാം സ്പൂണിൻ്റെ മുകളിലൊക്കെ പറ്റി പിടിച്ചിട്ട് വൃത്തികേടാകും. അതുകൊണ്ട് ഞാനിങ്ങനെ സ്പൂണില്ലാതെയാണ് പൊടികളെല്ലാം ഇട്ട് വെക്കാറുള്ളത്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വേറെ സിംഗിളായിട്ടുള്ള ഒരു സ്പൂണ് ഡ്രൈ ആക്കിയിട്ടുള്ളത് എടുത്തതിന് ശേഷം ആവശ്യത്തിലുള്ള മഞ്ഞളും മുളകും എല്ലാം അതേ സ്പൂൺ കൊണ്ട് തന്നെ യൂസ് ചെയ്തിട്ട് അങ്ങ് അടച്ച് വയ്ക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു ഏരിയ ആണ് ഫ്രിഡ്ജ്. അതായത് ഇവിടെ പിടിക്കുന്ന ഭാഗം ഉണ്ടാവില്ലേ, ചിലർക്ക് ഇതിൽ ഹാൻഡിൽ ഉണ്ടാവും, ഇവിടെ അങ്ങനെയല്ല ഉള്ളത്. അപ്പോൾ നമ്മൾ പിടിക്കുന്ന ഭാഗം എപ്പോഴും ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് വെക്കുക. മുഴുവനായിട്ട് തുടക്കണം എന്ന് ഞാൻ പറയുന്നില്ല, ഇത് ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ മിക്സിയിൽ എന്തരച്ച് കഴിഞ്ഞാലും അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടാപ്പിൻ്റെ അടുത്ത് കാണിച്ചിട്ട് കഴുകുകയല്ലേ ചെയ്യുക. അതിന് പകരം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ അത് മിക്സി ഓണാക്കാം ടോപ്പിട്ടതിന് ശേഷം. അല്ലെങ്കിൽ നല്ല വൃത്തികേടൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1-2 ഡ്രോപ്പ് നമ്മുടെ ലിക്വിഡില്ലേ അതും കൂടെ ഒറ്റിച്ചതിന് ശേഷം ഒന്നും കൂടെ മിക്സി കറക്കി എടുത്തതിന് ശേഷം വീണ്ടും നോർമൽ വാട്ടറിൽ കഴുകുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് നമുക്ക് മിക്സി കിട്ടും. ലാസ്റ്റ് ടിപ്പ്, നമ്മൾ ഡസ്റ്റ്ബിന്നിൽ അങ്ങനെ അങ്ങ് പേപ്പറൊക്കെ ഇടുന്നതിന് പകരം ഒരു പോളിത്തീൻ കവറ് നന്നായിട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് ഇടുവാണെങ്കിൽ നമ്മുടെ ആ ഒരു ബിൻ എപ്പോഴും ക്ലീൻ ആയിരിക്കും. ആവശ്യം വരുമ്പോൾ ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ എടുത്തിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണേ. താങ്ക്